കീബോർഡ് ലേഔട്ടിന്റെ കാര്യങ്ങൾ പറഞ്ഞെന്ന് രണ്ടാമത്തെ റോ നിങ്ങൾ നല്ല ഭംഗിയായിട്ട് അടിച്ചു കാണുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന്റെ വേർഡുകൾ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ പഠിക്കേണ്ടത് തേർഡ് ഫിംഗറിന്റെ പ്ലേസ്മെന്റ് ആണ് ഇനി പഠിക്കുന്നത്. തേർഡ് ഫിംഗർ പ്ലേസ്മെന്റ് ആകുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം. കാരണം അത് വ്യത്യാസങ്ങളുണ്ട്. വിരലുകൾക്ക് ശരിക്കും വ്യത്യാസം ഉണ്ടാകും. അത് കറക്റ്റ് ചെയ്ത് തന്നെ അടിക്കണം. അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കീബോർഡിൽ ഇങ്ങനെ കൈ വയ്ക്കണം. ASDF സെമിക്കോളം LKJ ഇങ്ങനെ വിരൽ വയ്ക്കാം. ഇങ്ങനെ വയ്ക്കണം. വിരൽ ഇങ്ങനെ ഇരിക്കണം. അപ്പൊ അതിനെ അടിക്കുന്ന സമയത്ത് Z രണ്ടാമത്തെ വിരല്, X മൂന്നാമത്തെ വിരല്, C നാലാമത്തെ വിരല്, B നാലാമത്തെ വിരല്, C നാലാമത്തെ വിരല്, സ്പേസ്. അതിനുശേഷം ഒന്നാമത്തെ വിരല് ഫുൾ സ്റ്റോപ്പ്, രണ്ടാമത്തെ വിരല് ക്വസ്റ്റ്യൻ മാർക്ക്, മൂന്നാമത്തെ വിരല് M, നാലാമത്തെ വിരല് N, B നാലാമത്തെ വിരല്, N നാലാമത്തെ വിരല്, സ്പേസ്. ഈ രൂപത്തിലാണ് നമ്മൾ അടിക്കേണ്ടത്. ഈ രൂപത്തിൽ അടിച്ച് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം. നല്ലപോലെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ABCD കീബോർഡിൽ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇപ്പോഴല്ലെങ്കിൽ ഇനി ഒരു സമയത്തെങ്കിലും നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂവിന് ടൈപ്പ് പാസ്സായ കുട്ടികളെല്ലാം കാണും. അപ്പൊ അവർക്ക് ഒരു ഇന്റർവ്യൂ എന്തോ കാര്യങ്ങൾ വരുന്ന സമയത്ത് ഇത് അവർക്ക് ഉപയോഗമായി വരും. ആ സമയത്ത് അവർ ഇന്ന സ്ഥലത്ത് ഇന്നതുണ്ട്, അപ്പൊ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അതൊരു ഉപയോഗമായി തന്നെ വരും. അതുകൊണ്ട് നിങ്ങൾ ഇത് നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യാതിരിക്കില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന ഒരു പേപ്പറാണല്ലോ, ഈ പേപ്പർ നമുക്കൊരു പേപ്പറല്ലേ, അത് നമുക്ക് പോട്ടെ എന്ന് പറയും. പക്ഷെ നിങ്ങൾക്കൊരു ഇന്റർവ്യൂവിന്റെ സമയത്ത് ടൈപ്പിസ്റ്റിന്റെ ഒരു വേക്കൻസി അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഒരു വേക്കൻസി വരുന്ന സമയത്ത് നിങ്ങൾക്ക് വേർഡ് അടിക്കേണ്ടി വരും. അപ്പോൾ ഒരു മെഷീനിലെ ഇത് ഈ ഔട്ടിലെ അല്ലെങ്കിൽ പിന്നെ മറ്റേ ഇതുണ്ടല്ലേ കീബോർഡിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കീബോർഡ് നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഇത്ര മിനിറ്റ് കൊണ്ട് ഇത്ര വേർഡ്സ് അടിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയും. അത് സാധിക്കട്ടെ. ഇത് ഇപ്പൊ ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ, ഈ 3 റോയും ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നല്ലതുപോലെ ABCD അടിച്ച് പ്രാക്ടീസ് ചെയ്യാൻ ഉള്ള ഒരു നല്ലൊരു വിദ്യയാണ്. ഒരു ചെപ്പടി വിദ്യയായിട്ട് തന്നെ നിങ്ങൾ ഇത് കരുതുക. നന്ദി.